ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് വെച്ചാൽ കോഗം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ കോക്സ്, അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്. ഇങ്ങനെ 3 ബഡ്ജറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും ബഡ്ജറ്റുകളാണ് അല്ലെ. സെയിൽസ് മുതൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ 3 എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ ഏതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മള് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ഇപ്പൊ നമ്മുടെ കയ്യില് ലേബർ ബഡ്ജറ്റ് ഉണ്ട്, മെറ്റീരിയൽ ബഡ്ജറ്റ് ഉണ്ട്, അതേപോലെ ഓവർഹെഡ് ബഡ്ജറ്റും ഉണ്ട്. ഡയറക്ട് മെറ്റീരിയൽ പ്ലസ് ഡയറക്ട് ലേബർ പ്ലസ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇതാണല്ലോ നമ്മുടെ എന്ത് പ്രോഡക്റ്റ് കോസ്റ്റ്. മറന്നിട്ടില്ലല്ലോ, ഈ പ്രോഡക്റ്റ് കോസ്റ്റ് ആണ് നമ്മുടെ എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് പറയുന്ന ഈ സാധനം അല്ലെ. അപ്പൊ ഈ 3 സാധനം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ബഡ്ജറ്റ് കാണും. അപ്പൊ എന്താ നോക്കിക്കോ, നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആദ്യം ഹൈലൈറ്റ് എടുക്കട്ടെ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിൽ നമുക്ക് എന്തൊക്കെ ആവശ്യം? ഇതാണ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ എത്രത്തോളം യൂസ് ചെയ്തു എന്ന് അറിയണം, ഓരോ മാസത്തും അറിയണം. അതേപോലെ ഡയറക്റ്റ് ലേബർ എത്രത്തോളം യൂസ് ചെയ്തു എന്ന് അറിയണം. ഇതേപോലെ മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്ര ഉപയോഗിച്ചു എന്ന് അറിയണം. ഇത് 3 അറിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കിട്ടും. ഇനി ഇപ്രാവശ്യത്തെ വല്ല ഓപ്പണിംഗ് വർക്കിംഗ് ഇൻ പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയണം. പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ പണി അത് നമ്മൾ തീർക്കണമല്ലോ. അതേപോലെ ഇപ്രാവശ്യം നമ്മൾ ക്ലോസിംഗിൽ ഇടാൻ പോകുന്ന അടുത്ത ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ ക്ലോസിംഗിൽ ഇടാൻ പോകുന്ന എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ ചേർക്കണം. പക്ഷെ തൽക്കാലം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ 2 സാധനം ഇല്ല. പക്ഷെ വേറെ പല ക്വസ്റ്റ്യനുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഇതിൽ ഡയറക്ട് മെറ്റീരിയൽ. ഇത് എവിടുന്ന കിട്ടുക? ഇത് നമ്മുടെ ഡയറക്ട് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് ഡയറക്ട് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്. എത്രത്തോളം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തു ആ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിന്റെ അകത്ത് നമുക്ക് ഈ ഒരു വാല്യൂ മാത്രം പോരെ. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ അകത്ത് ഇത് മാത്രം കിട്ടിയാൽ പോരെ. അതിന്റെ അകത്ത് നിന്ന് ഈ വാല്യൂ മാത്രം എടുത്തിട്ടുള്ളൂ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതിന്റെ വർക്കൗട്ടാ. അപ്പൊ അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്ക് മതി. ഇതുപോലെ നമുക്ക് അടുത്ത് എന്ത് വേണം? ഡയറക്ട് ലേബറിന്റെ ബഡ്ജറ്റ് വേണം, ലേബർ ബഡ്ജറ്റ്. ഈ ലേബർ ബഡ്ജറ്റിൽ ഈ താഴെയുള്ള ടോട്ടൽ ഇത് മാത്രം പോരെ, ഇതൊക്കെ അതിന്റെ വർക്കൗട്ട് അല്ലേ. അപ്പൊ അത് മാത്രം എടുത്ത് എഴുതി ഇതാ. ഇനി ഇതേപോലെ നമുക്ക് എന്തും വേണം? മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ് വേണം. അതിൽ ഈ കണ്ട സാധനത്തിന് മൊത്തം നമുക്ക് വേണോ? വേണ്ട. ഈ താഴെയുള്ള ടോട്ടൽ ഓവർഹെഡ് മാത്രം മതി. അപ്പൊ ഓനെ മാത്രം ഒരു താഴത്തേക്ക് എടുത്ത് എഴുതിയതാണിത്. അപ്പോ ഇപ്പൊ ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതിയ ഈ 3 ഞാൻ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയൽ, ലേബർ, മാനുഫാക്ചറിങ്, ഇവരുടെ വാല്യൂസ് ഞാൻ ഇതിന്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിന്റെ ബഡ്ജറ്റ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാ, ശ്രദ്ധിച്ചോ. ഡയറക്ട് മെറ്റീരിയൽ യൂസ്ഡ്. ഓക്കെ, ഏപ്രിൽ മാസത്തില് എത്രത്തോളം മെറ്റീരിയൽ യൂസ് ചെയ്തു അതിന് ഡയറക്ട് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് നോക്കിയാൽ മതി. അതിൽ ഏപ്രിൽ മാസത്തിൽ എത്ര ഉപയോഗിച്ചു? 1,65,000. അപ്പൊ 1,65,025 സെറ്റ് അല്ലേ. ഇതേപോലെ മെയ് മാസം നോക്കിയാൽ മതി. എത്ര ഉപയോഗിച്ചിരിക്കണ്? 2,09,580. 2,09,580. ഇതേപോലെ ജൂൺ മാസത്തിൽ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? അവിടെ 2,83,605. അപ്പൊ 2,83,605. അപ്പൊ ഈ 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിലുള്ള ഫുള്ള് കിട്ടൂലേ. അപ്പൊ 6,88,000. ഇത്രയേ ഉള്ളൂ ഡയറക്ട് മെറ്റീരിയൽ. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് ഡയറക്ട് ലേബർ. ഡയറക്ട് ലേബർ കിട്ടാൻ എവിടെ പോണം? അപ്പൊ ഇത് കഴിഞ്ഞു. ഈ ഡയറക്ട് ലേബർ ബഡ്ജറ്റ് നോക്കുക. ഈ ലേബർ ബഡ്ജറ്റിൽ ടോട്ടൽ ഏപ്രിൽ മാസത്തിൽ 1,44,000 ആണ് നമുക്ക് ലേബർ ആയത്. അപ്പൊ ഏപ്രിൽ മാസത്തിൽ 1,44,000 ആയി. ഇനി മെയ് മാസത്തിൽ നമുക്ക് ആയത് 1,79,000. അപ്പൊ ഇവിടെ 1,79,000. അതേപോലെ ജൂൺ മാസത്തിൽ 2,33,600. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെയും ജൂൺ മാസത്തിൽ എത്രയാവും? 2,33,600. ഇനി മാനുഫാക്ചറിങ് ഓവർഹെഡോ? അത് ഇതേപോലെ നമുക്ക് ഇവിടെ താഴെയുള്ള മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഏപ്രിൽ മാസത്തിൽ എത്ര? 1,13,600. അപ്പൊ 1,13,600. മെയ് മാസത്തിൽ എത്ര? 1,30,540. 1,30,540.
ജൂൺ മാസത്തിൽ എത്ര? 1,66,720, 1,66,720. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 4,10,860. ഇനി ക്ലോസിംഗ് WIP ഓപ്പണിംഗ് WIP നമുക്കില്ല, 000. ഇനി ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ ബഡ്ജറ്റഡ് കോകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 എണ്ണം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ 4,22,000. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5,19,000. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,83,000. ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ബഡ്ജറ്റ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ബഡ്ജറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കോസ്റ്റ് അറിയണം. പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മാനുഫാക്ചറിങ് ഓവർഹെഡ്. ചുരുക്കി പറഞ്ഞ ഡയറക്ട് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഡയറക്ട് ലേബർ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്. ഇത് 3 നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്ത് റെഡിയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ബഡ്ജറ്റ് റെഡിയാണ്. അപ്പൊ എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു, അതിന് എത്ര കോസ്റ്റ് ആയി എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സെയിൽ നടത്തിക്കൂടെ? അപ്പൊ സെയിൽ എത്ര നടന്നു എന്നുള്ളത് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെയില് അത് നമുക്ക് ഇതിന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അതിനു മുന്നേ ശ്രദ്ധിക്കും, ഈ നമുക്കിപ്പോൾ കണ്ടുപിടിച്ച ബഡ്ജറ്റഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് $4,22,625 എന്ന് കിട്ടി. അത് എത്ര യൂണിറ്റിന്റെ? ഒരു യൂണിറ്റിന്റെ ആണോ? അല്ല. നമ്മള് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്? 22,500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 22,500 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ചെലവാണ് എന്ത്? 4,22,000. അപ്പൊ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര ചെലവ്? പെർ യൂണിറ്റ് കോസ്റ്റ് എത്ര? അത് കാണാൻ സിമ്പിൾ അല്ലേ? ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ 4,22,625 നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ട്? 22,500. 22,500 കൊടുത്താൽ നമ്മൾ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? ഇത്രയാണ് ടോട്ടൽ കോസ്റ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18.78 എന്ന് കിട്ടും. അതാണ് നമ്മുടെ എന്ത്? പെർ യൂണിറ്റ്. പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് എത്ര? ഇങ്ങനെ നമുക്ക് ഓരോന്നിനും പെർ യൂണിറ്റ് കണ്ടൂടെ? അപ്പോ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി കാണാം. നമുക്ക് കളർ മാറ്റാം. ഓക്കെ. ഇനി ഇവിടെ ഈ മെയ് മാസത്തിലെ 5,19,320 എന്ന് പറയുന്നത് മെയ് മാസത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത 28,000 യൂണിറ്റിന് ചെലവായ പൈസയാണ്. അപ്പൊ ഒറ്റ ഒന്നിന് എത്ര? ഈ 5,19,320 ഹരിക്കണം 28,000 എന്ന് ചെയ്താൽ 18.55 എന്ന് കിട്ടും. കണ്ടോ? പെർ യൂണിറ്റ്. ഇനി ഇതേപോലെ നമ്മൾ ജൂൺ മാസം നോക്കുമ്പോ അവിടെ നമുക്ക് ആയത് 6,83,925 ആണ്. എത്ര പ്രൊഡക്ട്സിന് നമ്മൾ ജൂൺ മാസം ജൂൺ മാസത്തില് ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 36,500. അപ്പോ ഇതിനെ എന്തോട് ഡിവൈഡ് ചെയ്താൽ മതി? 36,500. അപ്പൊ നമുക്ക് കിട്ടും എന്ത്? $18.74. അപ്പൊ നമുക്ക് ഇതിന് പെർ യൂണിറ്റ് കിട്ടി. ഒരു യൂണിറ്റിന് എത്ര എന്നുള്ള കോസ്റ്റും കൂടി നമുക്ക് കിട്ടി അല്ലെ? ഇനി എത്രത്തോളം വിറ്റുപോയി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടൂലേ? അപ്പോ അടുത്ത ബഡ്ജറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ്. നോക്കിക്കോ, നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എത്രയാണ്? $4,22,625 സാധനം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നു. ഈ സാധനം മൊത്തം ഏപ്രിൽ ഉണ്ടാക്കിയത് മൊത്തം ഏപ്രിലിൽ തന്നെ വെക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. ഏപ്രിലിൽ ഉണ്ടാക്കിയതില് കുറച്ച് സാധനം മെയ്യിലോട്ടുള്ളതാണെന്നുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാ അല്ലെ? മെയ്ക്കുള്ള കുറച്ച് സാധനം കൂടി നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് മാത്രല്ല ഏപ്രിലിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം കഴിഞ്ഞ മാസം ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഇപ്രാവശ്യത്തെ ഓപ്പണിംഗിൽ ഉണ്ടാവും. ഇപ്രാവശ്യത്തെ ക്ലോസിംഗിൽ ഉള്ളത് അടുത്ത മാസം മെയ്ക്കുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്രാവശ്യം ഓപ്പണിംഗിൽ ഉള്ളത് ഈ മാസം കഴിഞ്ഞ മാസം ഉണ്ടാക്കി വെച്ചതാ. അത് ഈ 4,22,000 ഉണ്ടോ? ഇല്ല. അതിപ്പോ ഉണ്ടാക്കിയതിന്റെ കണക്കാ. അത് എവിടെ ഉണ്ടാവുക? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ല ഉണ്ടാവുക. അപ്പോ ശ്രദ്ധിക്കുക, 4,22,000 മൊത്തം എന്തായിട്ടില്ല? വിറ്റുപോയിട്ടില്ല. അത് മനസ്സിലായല്ലോ. ഇനി എത്രത്തോളം ഓപ്പണിംഗിലുണ്ട്, എത്രത്തോളം ക്ലോസിംഗിലുണ്ട് എന്ന് അറിയണം.
അപ്പൊ നമ്മുടെ പെർ യൂണിറ്റ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റ് ഓഫ് അതിന്റെ പെർ യൂണിറ്റ് ഇല്ലേ 18.78 തൊട്ട് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന പെർ യൂണിറ്റ് അത് ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ ഒരു സാധനം പറയുന്നത് എന്താ? കമ്പനി ഫിനിഷ്ഡ് ഗുഡ് ഓൺ April 1st ഈസ് അസ്യൂം ടു ഹാവ് എ യൂണിറ്റ് കോസ്റ്റ് $18. നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള ഫിനിഷ്ഡ് ഗുഡ് അപ്പോ April 1 അതിന് എത്ര രൂപയാണ് പറഞ്ഞത്? $18. അപ്പോ April 1 അവരുടെ കയ്യിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റില് നമുക്കറിയാം ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡും ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡും ഉണ്ട്. അപ്പൊ April മാസത്തിലെ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ് എത്രയാണ്? 5000. അപ്പൊ April മാസത്തിന്റെ 5000 ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചതുണ്ട് അല്ലെ? അപ്പൊ അത് ഇതിന്റെ അകത്ത് ഉണ്ടോ? ഇല്ല. അതിന് അവര് കോസ്റ്റ് ചെയ്യേണ്ടത് എത്രയാണ്? $18 അപ്പോ എത്രയാണ് ടോട്ടൽ കോസ്റ്റ്? ഈ 5000 ഇൻറ്റു 18 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 90000 കിട്ടും. ഈ 90000 നമ്മുടെ ഇതിന്റെ അകത്തുണ്ടോ? ഇല്ല. ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. അപ്പോ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അവിടെ ആഡ് ചെയ്യും 90000. ഓക്കെ. അപ്പോ ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്തു? 90000 ആഡ് ചെയ്തു കേട്ടോ. ഇനി അതിൽ നിന്ന് ഒരു സംഭവം കുറയ്ക്കാനുണ്ട്. എന്താ? ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്. കാരണം ഇതിന്റെ അകത്തുള്ള ഒരു എമൗണ്ട് കുറച്ച് മെയ് മാസത്തേക്കുള്ളതാണ് ആണല്ലോ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇവിടെ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ് പറഞ്ഞിട്ട് 7500 മെയ് മാസത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഏപ്രിലിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഈ 7500 ഇൻറ്റു എത്ര റുപ്യ വെച്ചിട്ടാ? അതായത് ഇവിടെ നമ്മൾ കണ്ടെത്തിയത് 18.78. അത് ഇപ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ? ഇപ്രാവശ്യം ഉണ്ടാക്കാനുള്ള കോസ്റ്റ് അല്ലേ അത്? അപ്പൊ 7500 ഇൻറ്റു 18.78 ചെയ്ത് കഴിഞ്ഞാൽ 1,40,40,875 എന്ന് കിട്ടും. അതാണ് ഇത്. മനസ്സിലായല്ലോ? അപ്പോ ഇതെന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. കാരണം ഇതിൽ ആവശ്യമുള്ളതാണോ? അല്ല, അത് അതിൽ നിന്ന് കുറയ്ക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. ഓക്കെ. അപ്പോ ഈ 4,22,625 കൂട്ടണം. എന്ത് കൂട്ടണം? 90000 കൂട്ടണം. കുറയ്ക്കണം. ആര്? ഈ എമൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 3,71,750. ഈ കാണുന്ന ബഡ്ജറ്റഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. എത്രത്തോളം വിറ്റു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ആണല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇനി മെയ് മാസം എടുക്കുകയാണെങ്കിൽ മെയ് മാസം ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് 5,19,320. പക്ഷേ നമുക്ക് ഓപ്പണിംഗിൽ കുറച്ച് സാധനം ബാക്കിയുണ്ട്. ആ ഓപ്പണിംഗിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ലോസിംഗിലുള്ള 1,40,40,875 ഇപ്രാവശ്യം ഓപ്പണിംഗിൽ ഉണ്ടാവില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലോസിംഗ് ആണല്ലോ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അത് അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്യണം അല്ലെ? അത് മാത്രല്ല അവിടെയുള്ള ക്ലോസിംഗ്, പ്രാവശ്യത്തെ ക്ലോസിംഗ് ഇതെങ്ങനെ കിട്ടി? നമ്മുടെ മെയ് മാസത്തിലെ ക്ലോസിംഗ് എടുത്തു നോക്കി കഴിഞ്ഞാൽ 10,500 സാധനം അത് ജൂണിക്കുള്ളതാ. അത് ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ജൂണിക്കുള്ളതാ. അപ്പൊ ഈ 10,500 എന്ന് കുറക്കണം. അപ്പൊ ഈ 10,500 നമുക്ക് എത്ര കോസ്റ്റ് ആയി? ഒന്നിന് 18.55. അപ്പൊ 18.55 ചെയ്താൽ 1,94,745 എന്ന് കിട്ടും. അതാണിത്. അത് ഇതിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ അത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? 4,65,000. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജൂണിത്തതും കാണാൻ പറ്റും. ഇവിടെ ഈ തന്നിട്ടുള്ള ഈ എമൗണ്ടില് ഓപ്പണിംഗ് ഉണ്ട്. അത് എപ്പോഴാ? അത് മെയ്യിലെ ക്ലോസിംഗ് ആയിരിക്കും എന്ത്? നമ്മുടെ ജൂണിലെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. കാരണം അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. കഴിഞ്ഞ മാസം ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ ആഡ് ചെയ്യണം. എന്നാലേ നമുക്ക് എത്രത്തോളം വിറ്റുപോയി എന്നുള്ള കണക്ക് കിട്ടുള്ളൂ. ഇനി ഈ ഉള്ള എമൗണ്ടില് അടുത്ത മാസത്തേക്കുള്ള സാധനം കൂടി ഇവിടെ ഉണ്ടേ. ഈ സാധനം ഈ ജൂണിക്കുള്ളതല്ല, അത് അടുത്ത മാസം ജൂലൈക്കുള്ളതാ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ജൂണിന്റെ ക്ലോസിംഗ് എടുത്ത് നോക്കിയാൽ മതി. ജൂണിന്റെ ക്ലോസിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 12,000 സാധനം അത് ജൂലൈ എന്ന് പറയുന്ന മാസത്തേക്കുള്ളതാ. അപ്പോ ആ 12,000 നമുക്ക് എത്ര റുപ്യ ആയി? ആ 12,000
നമുക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കാൻ 18.74 എടുത്തത്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 2,24,852 എന്ന് കിട്ടും. അതാണിത്, 2,24,852. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഈ ഒരു എമൗണ്ട് ഇതിന്ന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 6,53,818 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്. കാരണം NMOH എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടതാ? സാധനം വിറ്റ് കഴിഞ്ഞാൽ. സാധനം വിൽക്കാനുള്ള ചെലവാണെന്ത്, NMOH എന്ന് പറയുന്നത്. നോൺ മാനുഫാക്ചറിങ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോ സാധനങ്ങൾ വിറ്റപ്പോ നമുക്ക് കുറെ കോസ്റ്റുകൾ വന്ന് അല്ലെ, അവിടുത്തെ കറണ്ട് ബില്ല്, കമ്മീഷന്, മറ്റത് മറിച്ചത്, കുറെ എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഓവർഹെഡ് പ്രിപ്പയർ ചെയ്യും. അതാണ് NMOH ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതും നമുക്ക് എന്ത് തരും. കാരണം ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം സെയിൽസ് കമ്മീഷൻ എത്ര കൊടുത്തു അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പരിപാടികളുണ്ട്. ഡെലിവറി എക്സ്പെൻസുകൾ, ഇതൊക്കെ നമുക്ക് അറിയോ? അത് നമുക്ക് ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വെച്ചാൽ കിട്ടുമോ? ഡെലിവറിക്ക് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളത്. ബാഡ് അപ്റ്റ് എക്സ്പെൻസ്, ബാഡ് അപ്റ്റ് ആയി എങ്ങനെ കണ്ടുപിടിക്കുക? അതേപോലെ സാലറി, അഡ്വർടൈസ്മെന്റിന് എത്ര കൊടുത്തു, ഡെലിവറി എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ എത്ര കൊടുത്തു എന്നല്ല, എത്ര കൊടുക്കാൻ പോകുന്നു എന്നുള്ളത്. ഇതൊക്കെ മാനേജർമാർ തീരുമാനിക്കുന്നതാണ് അല്ലെ. അഡ്വർടൈസ്മെന്റ് എത്ര, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ച് നമുക്ക് തരും. ഓക്കെ, നമുക്ക് തരും. ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ട് കാറ്റഗറിയാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഒന്ന് സെല്ലിംഗ് എക്സ്പെൻസും അതേപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും. ഈ സെല്ലിംഗ് എക്സ്പെൻസ് തന്നെ വേരിയബിൾ ആയിട്ടും ഫിക്സഡ് ആയിട്ടും രണ്ട് കാറ്റഗറി ആക്കി വെച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഈ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാലേ നമുക്ക് നമുക്കിവിടെ ടോട്ടൽ ഓവർ ഹെഡ് കിട്ടും 1,70,75,000, 1,85,250, 2,05,250. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം പറഞ്ഞിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട സാധനം നോക്കിക്കേ, ബാഡ് അപ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അതേപോലെ നമുക്ക് ഇതിനകത്ത് ഡിപ്രിസിയേഷൻ ഇവിടെയും വരുന്നുണ്ട്, ഒരു ഡിപ്രിസിയേഷൻ ഇവിടെയും വരുന്നുണ്ട്. അത് അഡ്മിനിസ്ട്രേഷനിലും സെല്ലിംഗിലുള്ള 2 ഡിപ്രിസിയേഷനാണ്. അത്രേ ഉള്ളൂ. അപ്പോ ഇതെന്തിനാ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോയില് ബാഡ് അപ്റ്റ് ഒരു ക്യാഷ് ഫ്ലോ ആണോ? അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടോ? ഇല്ല, അതൊരു എക്സ്പെൻസ് ആണ്. അതേപോലെ ഡിപ്രിസിയേഷൻ അതൊരു ക്യാഷ് ഫ്ലോ ആണോ? അല്ല, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോ ഇതൊക്കെ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ അല്ലെ? ഞാൻ പറഞ്ഞു എന്നുള്ളതൊക്കെ ഞാൻ അവിടെ വിശദീകരിച്ച് പറഞ്ഞുതരും. ഓക്കെ, അപ്പോ ഈ 3 എണ്ണമാണ് നമുക്ക് ഇന്ന് പ്രാവശ്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ PDF ഉണ്ട്. അത് കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ബഡ്ജറ്റിംഗിൽ കാണാം. ബൈ.